ഹായ് ഗായ്സ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കണക്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ. സോ കുറെ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള കുറെ ആളുകൾ പുതിയ സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, ആഡ് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കണക്ട് ചെയ്തിട്ട് അവർക്ക് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, വ്യൂസ് ഒക്കെ വരുന്നുണ്ട്, അവർ ചോദിച്ച പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച പോലുള്ള ഒരു ഓഡിയൻസിന് നമുക്ക് കിട്ടുന്നില്ല, സെയിൽ ആവുന്നില്ല. ലീഡ്സ് കിട്ടുന്നുണ്ട്, കിട്ടുന്ന ലീഡ്സ് സെയിൽ ആവുന്നില്ല. ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻസ് ഇഷ്യൂസും പറയുന്ന കുറെ ആളുകൾ എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ട്. സോ എങ്ങനെ നമുക്ക് ശരിക്ക് നമുക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റിയ ഇൻഫ്ലുവൻസറിനെ ചൂസ് ചെയ്യാം? ഏത് തരത്തിലാണ് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇത് വളരെ സിമ്പിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ മാത്രം നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിന് നമ്മുടെ ഒരു പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ചൂസ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മളൊരു ഇൻഫ്ലുവൻസറുമായിട്ട് സംസാരിക്കുകയാണ്, അവരുമായി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആദ്യം ചോദിക്കണം. അവർ ഒരു പക്ഷേ അവരുടെ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറയും, ഓക്കെ. അവർ നമ്മൾ ആ പേയ്മെന്റുമായിട്ട് കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആദ്യം പറയേണ്ടത് അവരുടെ പ്രൊഫൈൽ ഇൻസൈറ്റ്സ് അയക്കാൻ വരാം. അപ്പൊ പ്രൊഫൈൽ ഇൻസൈറ്റ്സ് നമ്മൾ ചോദിച്ചാൽ തന്നെ ഒട്ടുമിക്ക ആളുകളും ഡയറക്റ്റ്ലി അയക്കുന്നവരുടെ പ്രൊഫൈലിൽ റീച്ച് ആയിരിക്കും. സോ നമുക്ക് ആവശ്യം എന്താണ്? ഏജ് കാറ്റഗറി, അവരുടെ വ്യൂവേഴ്സിന്റെ ഏജ് കാറ്റഗറിയും ലൊക്കേഷനും പിന്നെ അവരുടെ ജെൻഡറും, ഇത്തരം കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു 3 സാധനങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ കാറ്റഗറി ബേസിലുള്ള ഇൻസൈറ്റ്സ് ഒന്ന് അയച്ചു തരാൻ വരാം. സോ ഈ ഇൻസൈറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ബിസിനസ് എങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്കാണ് എത്തേണ്ടത്. ഇപ്പൊ സാധാരണ നമുക്ക് വരുന്നത്, നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലേഡീസിനെ മാത്രം ഉദ്ദേശിക്കുന്ന, ലേഡീസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. അത് തന്നെ ഒരു 30+ ഏജ് ഒക്കെ ഉള്ള ആളുകൾ മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ നമ്മളത് കുട്ടികളൊക്കെ കാണുന്ന ഒരു കൂടുതലായിട്ട് കുട്ടികൾ കാണുന്ന വീഡിയോസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ കൊടുത്തിട്ട് കാര്യമില്ല. ഒരു പക്ഷെ നമുക്ക് നല്ല റീച്ച് കിട്ടുമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ട് ലീഡ്സിന് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഏജ് കാറ്റഗറി ഉള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന ജെൻഡേഴ്സ് ഉള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിലേക്ക് തന്നെയാണോ ഈ വീഡിയോസിന്റെ റീച്ച് ഉള്ളത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പ്രോബ്ലത്തിനുള്ള ഒരു പരിധി വരെയുള്ള സൊല്യൂഷൻ ഇതാവും. പിന്നെ വേറൊരു തലമുണ്ട്, നമ്മളിപ്പോ ഈ പറഞ്ഞ ഇൻസൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടല്ലാതെ, അല്ലെങ്കിൽ ഇൻസൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രൊമോഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, അത് നമ്മളൊരു പുതിയ ഓഡിയൻസിലേക്ക്, അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ലീഡ്സ് വരണം, അല്ലെങ്കിൽ കിട്ടുന്ന ലീഡ്സിൽ നിന്ന് സെയിൽസ് വരണം എന്നുള്ള ഉദ്ദേശം മാറ്റി നിർത്തിക്കൊണ്ട് കൂടുതൽ പേരിലേക്ക് നമ്മൾ അറിയപ്പെടണം, റീച്ച് കിട്ടണം, ആ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏജ് കാറ്റഗറീസോ അല്ലെങ്കിൽ ലൊക്കേഷനോ അല്ലാത്ത ആളുകളിലേക്കും ഈ വ്യൂസ് പോകുന്നതിന് നമുക്ക് അങ്ങനത്തെ രീതിയിലേക്ക്, അതൊരു ബ്രാൻഡിങ് എന്നുള്ള രീതിയിലേക്ക് മാത്രം ചിന്തിച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആളുകളിലേക്ക് കൊടുക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും നിങ്ങൾക്ക് ഈസിലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലീഡ്സ് വരാനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും.